ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ, കൃഷിയല്ല, വിളവെടുപ്പല്ല. ഇന്ന് ഞാൻ ഒരു വയനാട്ടിലെ അമ്പലവയലിൽ നടക്കുന്ന ഒരു പൂപ്പൊലി ഉണ്ട്. ആ പൂപ്പൊലി കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അവിടെയുള്ള എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പൂപ്പൊലി എന്ന് പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനാണ് ഈ വിസ്മയ കാഴ്ച ഒരുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പൂപ്പൊലി പുറപ്പെട്ട് അവിടെ എത്തി. നിങ്ങൾ കാണുന്നില്ല പൂപ്പൊലി എന്നൊക്കെ എഴുതിയത്, പലതരം വർണ്ണങ്ങളിലുള്ള ഭംഗിയിൽ പിടിപ്പിച്ചത്. പൂക്കളെ കണ്ടാൽ നമ്മൾ നോക്കി നിന്നു പോകും. ഈ കാണുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ, അത് ഹൈബ്രിഡ് സാൽവിയ. നമ്മൾ വീട്ടിലൊക്കെ ഒറ്റ ചെടി വെച്ചാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ട് അടുത്തടുത്തടുത്ത് വെച്ചിട്ട് ചെണ്ട് മല്ലി അങ്ങനൊക്കെ വെച്ചിട്ട് എന്തൊരു ഭംഗിയാ. കണ്ടില്ലേ പൂപ്പൊലി 2026. ഇവിടെ വൈവിധ്യമാർന്ന പൂന്തോട്ടങ്ങള്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോസാ പൂന്തോട്ടമൊക്കെ കുറെ അങ്ങ് എത്തിയാൽ നിങ്ങൾ കാണുള്ളൂ കേട്ടോ. ഇപ്പൊ ഓരോന്നോരോന്ന് ഇങ്ങനെ പിടിക്കുക, ഓർഡർ മനസ്സിലാകുന്നില്ല. എല്ലാ ഭാഗത്തും പൂക്കളായിട്ട് എവിടെ നോക്കിയാലും പൂക്കളാ. ഓർക്കിഡ് ഉണ്ട്, ഡാലിയ ഉണ്ട്, മേരി ഗോൾഡ്, അങ്ങനെ മേരി ഗോൾഡ്, ഇവരൊക്കെ ഒരു വൻ ശേഖരണം തന്നെ അവിടെ ഉണ്ട്, ശേഖരം. പിന്നെ ഗ്ലാസ് ഹൗസ്, വ്യത്യസ്തമായ സസ്യങ്ങൾ സംരക്ഷിച്ചിരിക്കുന്ന വലിയ ഗ്ലാസ് ഹൗസുകൾ, അതൊക്കെ അവിടെ ഭയങ്കര ഭംഗിയുള്ള സംഭവങ്ങളാ. പക്ഷെ നിങ്ങളിങ്ങനെ നോക്കിക്കോളി, പൂക്കളൊക്കെ ഇതാ കുറച്ച് പൂക്കളാണ് നമുക്ക് ഭംഗി തോന്നൂല. ഇതിങ്ങനെ അങ്ങോട്ട് കട്ട പിടിച്ചിട്ട് ഒരു ഭാഗം പൂപ്പാടം, എന്താ പറയാ അറിയില്ല, എല്ലാ ഭാഗത്തും പൂക്കളാണ്. പക്ഷെ രാത്രി ലൈറ്റിൽ കാണുന്നേക്കാൾ പൂക്കൾ കാണാൻ നല്ല പകലാട്ടോ. കുറച്ച് രാത്രി കാഴ്ചകളും ഇതിലുണ്ട്. ഇതൊക്കെ ഡാലിയ. ഈ പൂക്കളുടെ പേരൊന്നും അറിയില്ല, എന്നാലും പൂക്കൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക. ഭയങ്കര തിരക്കാ, പിടിക്കുന്നവരേ ഉള്ളൂ മൊബൈലില്. പൂപ്പൊലി കാണാത്തവർക്ക് ഇത് കണ്ട പോലെ ഞാൻ ആക്കിത്തരാം. അവിടെ ഭയങ്കര ബഹളും പാട്ടും. ആ പാട്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കവിടെ പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ പോക്കി ഞാനങ്ങ് സംസാരിക്കാന്ന് വെച്ചതാ. ഇതിൻ്റെ പേരൊക്കെ എന്താന്ന് വെച്ചാൽ, ഇത് പേരൊക്കെ നമ്മളെ സാധാരണ ചെടികൾ തന്നെയാണ് ഈ അലങ്കരിച്ച് വെച്ചത് കൊണ്ടുള്ള. ഇതൊക്കെ ഡാലിയ എന്ന് പറഞ്ഞാൽ ചെറിയ തരം ഡാലിയൊന്നും അല്ല കേട്ടോ, ഭയങ്കര വലുപ്പത്തിൽ ഭീമൻ ഡാലിയ. എന്നിട്ട് അതിങ്ങ് വാടിയല്ല, താങ്ങാനാവാതെ വീണ് പോകുന്നുണ്ട് ഓരോ ഡാലിയ, ചെരിഞ്ഞു പോവുക, അത്രക്കുവാ. ഈ പൂക്കളുടെ പേരെന്താന്നറിയില്ല. ഞാൻ അവിടെ ഉള്ളപ്പോ കണ്ടോ, നമ്മളെ കുടുംബത്തിലെ ഒരാളെ കണ്ടുമുട്ടി. അവർക്ക് എന്നെ മനസ്സിലായിട്ടോ, എന്നോട് ചോദിച്ചു റുക്കിയാസ് വേൾഡ് അല്ലേ എന്നൊക്കെ. എൻ്റെ വീഡിയോ കാണുന്നവരാ. ഒരാൾ മാത്രല്ല കേട്ടോ, 4 ടീം എന്നെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ആ തിരക്കിനിടയിലും. കുറെ പേരൊക്കെ വീഡിയോയിൽ നിന്ന്. ഇത് ബോഗൺവില്ലയാ, ഒരു തരം നല്ലൊരു കളറ്. വാടാർ മല്ലി കേട്ടോ, വാടാർ മല്ലി വെള്ള, എല്ലാം ഒന്നിച്ച് വെച്ചുകൊണ്ടുള്ള ഭംഗിയാ. ഇതിൻ്റെ എല്ലാം തൈ അവിടെ വാങ്ങാൻ കിട്ടും, അവിടെ വിൽപ്പന ഉണ്ട്. ഇടയ്ക്ക് ഡാലിയ ഉണ്ട്, ഹൈബ്രിഡാ കൂടുതലും. വാടാർമല്ലി 2 തരം കളറ് കണ്ടില്ലേ,
വെള്ളുണ്ട്, നേരിയ റോസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഗേറ്റിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു പൂക്കളാണ് ഇത്. ഇത് കുറെ അധികം ഇങ്ങനെ വിരിഞ്ഞ് താഴോട്ട് തൂങ്ങി നിന്നാൽ അതിന്റെ ഭംഗി. ഈ കളറൊന്നുമല്ല, ഒന്നും കൂടി കട്ട ചുവപ്പുള്ളതൊക്കെ ഉണ്ട്. എൻ്റെ പേരെന്നോട് മറന്നുപോയി, ഇവിടെ ഉണ്ടായിരുന്നു അത്. കുറേ ഏരിയ തന്നെ വാടാർമല്ലിയ. ഇത് വെള്ള കളറ്, കട്ട ചുവപ്പുള്ളതുണ്ട്. ഈ ചെടികളുടെ പേരെന്താന്നൊന്നും അവിടെ എഴുതി വെച്ച് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചേ ഉള്ളൂ, പേരൊന്നും അറിയില്ല. പൂക്കൾ മാത്രല്ല കേട്ടോ, പച്ചക്കറികൾ ഇതാ കണ്ടമാനം. കാബേജ്, കോളിഫ്ലവർ, ഒരു ഭാഗം ഫുള്ളതാ. ഇതെല്ലാം കാബേജിന്റെ കളർ മാറ്റമുണ്ട്. വയലറ്റ് കാബേജ് ഉണ്ട്. പൂപ്പൊലിക്ക് 2 ഗേറ്റ് ഉണ്ട്. മെയിൻ ഗേറ്റിലൂടെ വരുമ്പോൾ പൂക്കൾ മാത്രമേ നമ്മൾ കാണുന്നത്. ഇത് രണ്ടാമത്തെ ഗേറ്റിലൂടെ വരുമ്പോഴാണ് പച്ചക്കറി കാണുന്നത്. രണ്ടാമത്തെ ഗേറ്റ് വരുമ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ട്. ഇതാ ചെണ്ടുമല്ലിൻ്റെ ഒക്കെ വെള്ള, മഞ്ഞ, ഓറഞ്ച്. ഈ ഭാഗം ഫുള്ള് പക്ഷികളുടെ പേരും അവിടെ ഉണ്ട്. പലതരം കോഴികൾ, കരിങ്കോഴിയൊക്കെ ഉണ്ട്. ഇരുന്ന് നോക്കട്ടെ. ഈ കരിങ്കോഴിയൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് നേരിയ മഴ പെയ്തു. ഇതാ കരിങ്കോഴി. എല്ലാ ഭാഗത്തും പൂക്കളുണ്ട്, എല്ലാ ഭാഗവും. അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റുന്ന വേറെ കുറേ ഐറ്റംസും ഉണ്ട്. ഇതൊരു തരം ഡാലിയെന്ന് തോന്നുന്നു. വർണ്ണ നല്ല നല്ല കളറാ. ഇതൊക്കെ ചെണ്ടുമല്ലിയ. ഡാലിയ, സാൽവിയ. നമ്മളിപ്പോൾ അങ്ങനത്തെ അല്ലേ കണ്ടത് കൂടുതലും. ഇവിടുന്ന് ഇപ്പം ഞാൻ പഠിച്ചൊരു പാഠം 1 or 2 ചെടികൾ മാത്രമേ ഭംഗി ഉണ്ടാവൂ. എങ്ങനെ അങ്ങോട്ട് പിടിപ്പിക്കണം, എന്നാൽ തന്നെ ഇത് ഭംഗിയുള്ളൂ. രാത്രി ഇവിടെ ഇതിലൊക്കെ ലൈറ്റ് ഉണ്ട്, നല്ല ഭംഗിയാ രാത്രി കാണാൻ. ഇത് ജമന്തിയ. ഇതെല്ലാം പകലായത് കൊണ്ടാട്ടോ. ഉച്ചക്ക് ഞങ്ങൾ പോയത് കൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് പിടിക്കാനായത്. തിരക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. എന്നാലും കുറവെന്ന് പറയാൻ നല്ല ആൾക്കാരുണ്ട്, തലങ്ങനൊക്കെ പിടിക്കുന്നു. രാത്രി കഴിച്ച വേറെ ഉണ്ട്. പക്ഷെ പകല് നമുക്ക് ഇങ്ങനെ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ കഴിയുള്ളൂ. ഓരോന്ന്
വെർട്ടിക്കൽ പ്ലാന്റ് ആണ് അതെല്ലാം. സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് എങ്ങനെയൊക്കെ ചെടികളെ പിടിപ്പിക്കാന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്നും ഹാങ് ചെയ്യാൻ പറ്റുന്ന ആർക്കും തിരിഞ്ഞില്ല, ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായത്. പൂക്കളുടെ ഒരു ലോകം. വെറും പൂക്കൾ കണ്ട് നിൽക്കുക എന്നല്ലാതെ ഇതിൻ്റെ മ്യൂസിക്കോ പാട്ടോ ഒന്നും എനിക്ക് ഇടാൻ പറ്റാണ്ടായിപ്പോയി അവിടുത്തത്. അതും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരും പേടിച്ചിട്ട് അതെല്ലാം ഞങ്ങൾക്ക് ക്യാൻസലാക്കി. പാട്ടൊക്കെ കണ്ടോ, ഡാലിയൻ്റെ വലുപ്പം ചെടിമെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ട് വലുപ്പം കൊണ്ട്. തയ്യൊക്കെ അവിടെ കിട്ടും കേട്ടോ, ഒരു ഭാഗത്ത് വിൽപ്പന ഉണ്ട്. അവിടെ വെച്ച് കണ്ട ഒരു മോനാ. പൂക്കൾ തന്നെ, പൂക്കൾ മാത്രം. പൂക്കളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വീഡിയോ, പൂപ്പൊലി എന്നാണല്ലോ പേര്. ഇതിൻ്റെ ഒക്കെ വാങ്ങാനുള്ള വിത്ത് തൈകളൊക്കെ ഉള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. സ്റ്റാളുണ്ട്. പിന്നെ കുടുംബത്തോടൊപ്പം എത്തുന്നവർക്ക് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് കുട്ടികൾക്കായിട്ട്. നല്ല രുചികരമായ ഭക്ഷണശാലകളുണ്ട്. എല്ലാം അവിടെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ഒരു സ്ഥലം തന്നെയാന്ന് വിചാരിക്കും ഇത് കണ്ടാൽ. ഒരു സ്ഥലമല്ല, പല ഭാഗത്തുനിന്നും പിടിച്ചതാ ഇത്. കണ്ടോ, കരടി കരടി, ഇതിന്റെ ചുറ്റും പൂക്കളാ. ഈ പൂക്കളൊക്കെ ഉള്ള സ്ഥലത്ത് അതിന്റെ നടുക്ക് നല്ല വിസ്താരമുള്ള ഒരു കുളമുണ്ട്, കണ്ടില്ലേ? അതില് തോണിയില് ചെടി പിടിപ്പിച്ചിട്ടുണ്ട് ആ കുളത്തില്. അത് നല്ല ഭംഗിയുണ്ട് കാഴ്ച കാണാന്. അവിടുന്ന് പരിചയപ്പെടുന്നവരാട്ടോ അതിൻ്റെ അടുക്കുള്ള ആൾക്കാരൊക്കെ. കണ്ടോ, ചെടി കൊണ്ട് ഉണ്ടാക്കി വെച്ചത്. ഇത് ചെടി കൊണ്ട് നല്ല അലങ്കാരത്തിൽ വെട്ടി റെഡിയാക്കിന്. പൂപ്പൊലി, ഓരോ അക്ഷരങ്ങളും വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് രാത്രി നല്ല ഭംഗിയുണ്ട്, ആ ലൈറ്റ് കത്തുമ്പോൾ. ഇപ്പം തന്നെ കത്തുന്നുണ്ടത്, പക്ഷെ രാത്രി ആവേറ്റാണത്. അതാ പൂപ്പൊലി. എല്ലാ രസമുള്ള കാഴ്ചകളും അവിടെ ഉണ്ട്. ഇത് നമ്മളെ ബാൾസം, ഹൈബ്രിഡ് ബാൾസം. അതിൻ്റെയൊക്കെ വൻ ശേഖരം തന്നെ അവിടെ. ബാൾസത്തിൻ്റെ പല കളറ്. ഇതൊരു റോസ്, നേരിയ റോസ്, വെള്ള എല്ലാം ഉണ്ട് അതിൽ. ഇത് ചെണ്ടുമല്ലിയ, 2 തരം കളറ് അലങ്കരിച്ച് വെച്ച്. കടുവ കടുവ കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചത്, പൂക്കളെ നടുക്ക്.
ഇത് ഹൈബ്രിഡ് സാൽവിയാണത്. ആ കുളത്തിലെ നടുക്ക് വെള്ളം കണ്ടോ? ജലധാര അല്ലേ? അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിതാ പോന്ന് എക്സിറ്റിന് വേറെ ഭാഗത്തൂടിയേ ഞങ്ങളെ കാറും തെരഞ്ഞു പോവുക. ഞങ്ങൾ തിരിച്ചു വന്നൊക്കെ ഫുൾ വാഹനം കൊണ്ട് നിറഞ്ഞെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.